Hello friends, it's me Shabir, MalluKarper in the പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ ഐറ്റം ക്രിയേഷൻ അല്ല നമ്മൾ ചെയ്യുന്നത്. പകരം നമ്മൾ കഴിഞ്ഞ വീഡിയോന്റെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെൽഡിംഗ് വർക്കിന്റെ കുറച്ച് കാര്യങ്ങൾ. അതായത് സാധാരണ എല്ലാ വർക്കുകളും എല്ലാ ക്രാഫ്റ്റ് DIY പ്രോജക്റ്റുകളൊക്കെ അനുകരിക്കുന്ന പോലെ ഈ വെൽഡിംഗ് വർക്കുകൾ എല്ലാവർക്കും അനുകരിക്കാൻ കഴിയാറില്ല. അതിന്റെ ഒരുപാട് സൈഡ് എഫക്റ്റ് കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മറികടന്ന് ഏതൊരു സാധാരണക്കാരനും പെട്ടെന്ന് വെൽഡിംഗ് ഒക്കെ ചെയ്തെടുക്കാനുള്ള വീഡിയോസൊക്കെ ഈ വരും വീഡിയോകളിൽ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് വെൽഡിംഗ് വർക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റും പുകയും ഭയങ്കര റിയാക്ഷൻ ഉണ്ടാക്കും. ഇതിൻ്റെ വെൽഡ് ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ ആർക്കിൻ്റെ ആ ഒരു വെളിച്ചം നമ്മളെ കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് നമുക്ക് അതിലേക്ക് നോക്കാനൊന്നും കഴിയില്ല. അതുപോലെ തന്നെ അതിൻ്റെ പുക നമ്മളെ മുഖത്തോ കണ്ണിലോ തട്ടിക്കഴിഞ്ഞാൽ അന്ന് രാത്രി കടന്നുറങ്ങാൻ ഒരു സുഖവും ഉണ്ടാവില്ല. അതായത് കണ്ണിലൊക്കെ മണൽ വാരിയിട്ട ഒരു അവസ്ഥയായിരിക്കും രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ഉണ്ടാവുക. അതുപോലെ പിറ്റേന്ന് രാവിലെ നമ്മൾ വണ്ടി ഓടിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് നിമിഷം ഒരു അപകടം പ്രതീക്ഷിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ നമ്മൾ ഡയറക്റ്റ് നോക്കി നിൽക്കുമ്പോൾ നമ്മൾ കണ്ണ് ഒക്കെ ഓട്ടോമാറ്റിക് അടയൂലേ, അതേ സെയിം എഫക്റ്റ് ആയിരിക്കും നമ്മൾ ജസ്റ്റ് ഒരു വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ വരെ. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഇതിനെ മെയിനായിട്ട് എല്ലാവരും കാണൽ. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന കണ്ണടകളൊക്കെ ഉണ്ട്. ഈ കണ്ണടകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനാവില്ല എന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും. ഫസ്റ്റത്തെ കാര്യം, അതിൻ്റെ കണ്ണട ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ വെളിച്ചത്തിൽ നിന്നുള്ള പ്രോബ്ലംസ് മാത്രമേ പോവുള്ളൂ. അതിൻ്റെ പുകയാണ് അതിലേറെ ഡേഞ്ചർ. പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച കണ്ണട ഈ ഒരു കണ്ണടയാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ കണ്ണട. എനിക്കിത് വെൽഡിംഗ് മെഷീൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു. ഈ കണ്ണട ഉപയോഗിച്ച് ഞാൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്രത്തോളം പ്രാക്ടിക്കൽ അല്ല. കാരണം ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നമ്മൾ വെൽഡ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് പിടിക്കലും അത് കറക്റ്റ് ജോയിൻ്റ് ആക്കി പിടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഗ്ലാസ് ജസ്റ്റ് കണ്ടോ, ഇത് നമ്മൾ മാനുവലായിട്ട് താത്തും പൊന്തിക്കും വേണം. പക്ഷേ അപ്പോൾ നമ്മൾ ഈ ഒരു വെൽഡിങ്ങിൻ്റെ സമയത്ത് നമുക്കത് പ്രാക്ടിക്കലായിട്ട് അത്രത്തോളം ചെയ്തു വരാൻ കഴിയാറില്ല ഒരു ബിഗിനറിനെ സംബന്ധിച്ച്. എക്സ്പെർട്ട് ആയ ആളുകൾക്കൊക്കെ അതിൻ്റെ കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളും കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താണ്. ഒരു ബിഗിനറിനായാലും എക്സ്പേർട്ടിനായാലും ഒരു പ്രോ ആയിട്ട് നമുക്ക് വെൽഡിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് നമ്മൾ പറഞ്ഞ ആ പ്രൊഡക്റ്റ്, ഓട്ടോ ഡാർക്കനിങ് ഹെൽമെറ്റ്. അത് ഇൻകോ എന്ന ബ്രാൻഡിൻ്റെ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഏറ്റവും ചീപ്പസ്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടാവുന്നില്ല ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഒരുപാട് ബ്രാൻഡിൻ്റെ റിവ്യൂ എല്ലാം എടുത്ത് നോക്കിയതിന് ശേഷമാണ് ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ നിയറസ്റ്റ് ടൗണിലുള്ള എല്ലാ പവർ ടൂൾസിൻ്റെ ഷോപ്പുകളിലും പോയിട്ട് ഞാൻ ഈ ഒരു ഐറ്റം ഞാൻ അന്വേഷിച്ച സമയത്ത് ഇതൊന്നും ഇവിടെ ഒന്നും അവൈലബിൾ അല്ല. പല ഷോപ്പുകളിലും ഈ ഒരു ഐറ്റം കേട്ടിട്ട് പോലുമില്ല. അതുപോലെ നമ്മുടെ അടുത്തുള്ള എനിക്ക് പരിചയത്തിലുള്ള ഈ ഒരു ഇൻഡസ്ട്രിയൽ വെൽഡിംഗ് വർക്കൊക്കെ ചെയ്യുന്ന ആളുകളോട് ഞാൻ ഇതിനെപ്പറ്റി ഏത് കമ്പനിൻ്റെയാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ അവരെ സംബന്ധിച്ചും കൂടുതൽ ഐഡിയ ഇല്ല ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി. അതായത് നമ്മൾ ഈ ഏരിയയിലുള്ള വെൽഡേഴ്സൊന്നും ഇതൊന്നും ഉപയോഗിച്ച് എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ നിങ്ങൾക്കൊരു കറക്റ്റ് എന്തിനാണ് ഇത്തരത്തിലൊരു ഹെൽമെറ്റ് മേടിക്കുന്നത് എന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ആ ഫ്രീ കിട്ടിയ ഗ്ലാസും ഞാൻ ഇതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു കമ്പാരിസന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഹെൽമെറ്റ്. അതിന് പുറമെ നമ്മൾ എല്ലാത്തിലുള്ള പോലെ യൂസർ മാനുവലുണ്ട്. അതല്ലാതെ എക്സ്ട്രാ 2 ഗ്ലാസും ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് അതിനുള്ള സ്പെയർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഗ്ലാസ് ആണിത്. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം നമുക്കില്ല, കാരണം ഇതിൽ ഓൾറെഡി ഓരോന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് ഇതിൻ്റെ ബിൽറ്റിംഗ് ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി നല്ല മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ അത്യാവശ്യം തെർമോ സെറ്റിംഗ് ആയിട്ടുള്ള, അതായത് നല്ല ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ബോഡി ഉള്ളത്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ആ ഒരു ഗ്ലാസ്സാണ് ഈ കാണുന്നത്. ഈ ഗ്ലാസും ഈ ഹെൽമെറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഈ ഒരു ഗ്ലാസ് വെക്കുമ്പോൾ നമ്മളെ കണ്ണിന് മാത്രമാണ് പ്രൊട്ടക്ഷൻ വരുന്നത്. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് കണ്ണിലേറെ എനിക്ക് ബുദ്ധിമുട്ട് വന്നത് എൻ്റെ ഹോൾ ഫേസിലായിരുന്നു. കാരണം എൻ്റെ മുഖത്തെ തൊലിയൊക്കെ പൊളിഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് വെൽഡ് ചെയ്ത സമയത്ത്. അപ്പോൾ വെൽഡിങ്ങിനെ പറ്റി അറിയുന്ന ആളുകൾ, എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ എന്നോട് പറഞ്ഞത് വെൽഡിങ്ങിൻ്റെ പുകയാണ് ലൈറ്റിലേറെ ഡേഞ്ചർ എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഹെൽമെറ്റ് ഓർഡർ ചെയ്യുകയുണ്ടായത്. അപ്പോൾ നമുക്ക് ഈ ഹെൽമെറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിലുള്ള ഈ ഒരു ഇതിലാണ് നമ്മളെ ഓട്ടോ ഡാർക്കനിങ് ഫിൽറ്റർ വരുന്നത്. ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു പ്രൊട്ടക്റ്റിംഗ് ഗ്ലാസ് ഇതിൻ്റെ മുകളിൽ എക്സ്ട്രാ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്പെയർ പീസാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. അതുപോലെ ഉള്ളിലും അതുപോലത്തെ ഒരു ഗ്ലാസ് വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ, ഈ ഫിൽറ്ററിൻ്റെ ബാക്ക് സൈഡിലായിട്ടും അതുപോലെയുള്ളൊരു
ഗ്ലാസ് വരുന്നുണ്ട്. അതിലൊക്കെ ഒരു പ്രൊട്ടക്റ്റിംഗ് ഫിലിമും കൊടുത്തിട്ടുണ്ട്, ഒരു വാർണിംഗ് മെസ്സേജും കൊടുത്തിട്ടുണ്ട്. പ്ലീസ് റിമൂവ് ഫിലിം ബിഫോർ യൂസിങ്. അതായത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ആ ഫിലിം എല്ലാം പറിച്ചിടണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഫിറ്റിംഗ് പറയുന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക, എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഇത് നമ്മൾ തലയിൽ വെച്ചതിൻ്റെ ശേഷം ഒന്ന് ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബാക്കിലൊരു നോബുണ്ട്. ഈ നോബ് ഓട്ടോമാറ്റിക്കലി ലൂസ് ആവാതിരിക്കാൻ വേണ്ടി ഇത് പ്രസ് ചെയ്താൽ മാത്രമേ നമുക്കിത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, പ്രസ് ചെയ്താൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെൽഡ് ചെയ്യുന്ന സമയത്ത് വെൽഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ ഈ ക്ലിപ്പ് നമ്മൾ തലയിൽ നിന്ന് ഊരാതെ തന്നെ നമുക്കിത് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ലിഫ്റ്റിങ്ങിൻ്റെ ടൈറ്റ് ആക്കാൻ വേണ്ടി ഇതിൻ്റെ രണ്ട് സൈഡിലും ഓരോ നോബുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ല ബിൽറ്റ് ഇൻ ക്വാളിറ്റിയാണ്, അതുപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലിയാണ്. നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല കറക്റ്റ് ഫിറ്റിംഗ് ഉണ്ട്, നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രവർത്തനം, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമുക്ക് നോക്കട്ടെ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഫിലിമുകളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് പറിച്ചെടുക്കാം. ആണ് ആ ഗ്ലാസ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇത് റിമൂവ് ചെയ്തിട്ട് അതേപോലെ വെക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഊരാതെ ഫിലിം പറിച്ചെടുക്കാൻ നോക്കി, പക്ഷേ അത് റിസ്ക്കാണ്. ഫ്ലെക്സിബിളായിട്ടുള്ള ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഫിറ്റിംഗ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഉള്ളിലുള്ളതും നമുക്കതുപോലെ എടുത്ത് ഉള്ളിലുള്ള പിന്നെ നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ പറിച്ചെടുക്കാൻ കിട്ടുന്നുണ്ട്, ഗ്ലാസ് ഊരിയെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏറ്റവും അകത്ത് വേറെ ഗ്ലാസ് ഉണ്ട്, അതിൻ്റെ ഫിലിം ഉൾഭാഗത്തായിട്ടാണ്. അതും ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഹെൽമെറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടിക്കൽ വർക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ വെൽഡിങ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ജസ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് വേസ്റ്റ് പീസ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വെൽഡ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഇത് വെച്ച സമയത്ത് നിങ്ങൾക്ക് പക്ക ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ പ്ലെയിൻ ഗ്ലാസ് വെച്ചാൽ എങ്ങനെയാണോ കാണുന്നത് അതേ രീതിയിൽ ഇപ്പോൾ എനിക്ക് കാണുന്നുണ്ട്. ഇനി വെൽഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മളെ ഹെൽമെറ്റ് അടിപൊളിയാട്ടോ, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. ഈ ഒരു കമ്പനിയുടെ പ്രൊമോഷണൽ വീഡിയോ അല്ല, ഇതിങ്ങൾക്ക് അവരെ ഫ്രീ ആയിട്ട് എത്തുന്നതല്ല, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചു തന്നെയാണ്. പക്ഷേ ഞാൻ എന്നാലും പറയുകയാണെ, ഈ ഒരു ഇൻകോ പറഞ്ഞ കമ്പനീൻ്റെ തന്നെ മേടിക്കണമെന്നില്ല. ഈ ഓട്ടോ ഡാർക്കനിങ് ഹെൽമെറ്റ് നിങ്ങൾ വെൽഡ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വെൽഡ് ചെയ്യുന്ന ഒരാളാണെങ്കിലും എക്സ്പേർട്ട് ആണെങ്കിലും ഈ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് വാങ്ങണമെന്നുള്ളത് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കാണുന്ന രീതിയിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ കണ്ണ് ചിമ്മാറാണ് പതിവ്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നോർമൽ ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പിടിച്ച് താത്താണ് ചെയ്യുക. പക്ഷേ അങ്ങനെ താത്തുമ്പോഴും നമുക്ക് കുറച്ച് ലൈറ്റ് നമ്മൾ കണ്ണിൽ ഒന്നെങ്കിൽ കണ്ണിലേക്കാവും, അല്ലെങ്കിൽ ആ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് കണ്ണ് ചിമ്മേണ്ടി വരും, അറിയാതെ ചിമ്മിപ്പോവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെൽഡിങ്ങിന് വർക്കും കുറച്ച് സ്ലോ ആയിരിക്കും. എക്സ്പേർട്ടിനെ സംബന്ധിച്ച് അത്ര സ്ലോ ആവില്ല, അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഹെൽമെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പേർട്ടിനായാലും ബിഗിനേഴ്സിനായാലും നല്ല അടിപൊളിയായിട്ട് വെൽഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. നമ്മളെ ലൈറ്റ് ആ ഒരു വെൽഡിങ്ങിൻ്റെ വെളിച്ചം, ആ ഒരു ആർക്ക് ബേൺ ചെയ്യുന്ന ആ ഒരു വെളിച്ചം നമ്മളെ കണ്ണിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അത് ഓട്ടോമാറ്റിക് ഡാർക്കാവും. നമ്മൾ റോഡിൽ നിന്ന് റോഡ് നമ്മൾ എടുക്കുന്നതോടുകൂടി അത് ഓട്ടോമാറ്റിക് നോർമലി ആയി. അതിന് പുകയോ അതിൻ്റെ ലൈറ്റോ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെൽഡിങ് വർക്കുകൾ സിമ്പിളായിട്ട് തീർക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിത് വെച്ചുകൊണ്ട് നിങ്ങൾ വെൽഡ് ചെയ്തുകൊണ്ട് ഞാൻ എന്താണോ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവില്ല. ഞാൻ ഒരു ക്യാമറ ഈ ഒരു ഹെൽമെറ്റിനുള്ളിൽ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കാണാമെന്നുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ ഇതിലൂടെ കാണാൻ പറ്റുന്നത്. ഞാൻ ക്യാമറ ഈ ഹെൽമെറ്റിനകത്ത് വെച്ചിട്ടാണുള്ള ഒരു വ്യൂ ആണിത്. ഈ ഒരു ഗ്രീനിഷ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ടാണ് നമുക്ക് ഈ വെൽഡിങ്ങിന് മുമ്പ് നമുക്ക് ഇതിലൂടെ ഈ ഗ്ലാസ്സിലൂടെ അതായത് ഓട്ടോമാറ്റിക് ഡാർക്ക് ആവുന്നതിന് മുമ്പ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് വെൽഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും കൂടി ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓട്ടോ ഡാർക്കനിങ് ഹെൽമെറ്റിൻ്റെ പ്രവർത്തന രീതിയൊക്കെ കറക്റ്റ് കണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇത് വാങ്ങാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ ഇതിൻ്റെ വില എത്ര എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഞാനത് മേടിച്ചിട്ടുള്ള 1899 രൂപയ്ക്ക് ആമസോണിൽ നിന്നാണ്. ഞാൻ ഏകദേശം നിയർ ബൈ ആയുള്ള കടകളിലൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഹെൽമെറ്റ് അവരില്ല. പിന്നെ അങ്ങനെ ഓൺലൈനായിട്ട് നോക്കിയപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടായാലും ആമസോണിലായാലും ഒരുപാട് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ട് ഇപ്പോൾ നമുക്ക് മുമ്പിൽ. അതിന് എല്ലാ സൈറ്റുകളും ഞാൻ അരിച്ചു പെറുക്കി ഏറ്റവും ഒരു ലാഭകരമായിട്ട് കണ്ട ഒരു സൈറ്റ് ആമസോൺ ആയതുകൊണ്ട് ആമസോണിൽ നിന്ന് ഞാൻ ഇത് മേടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കും ഞാൻ മേടിച്ച അതേ ഒരു രീതിയിൽ തന്നെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ കമ്പനിയുടെ തന്നെ വാങ്ങണം അല്ലെങ്കിൽ ഇതേ ഹെൽമെറ്റ് തന്നെ വാങ്ങണം, അതും ഞാൻ തരുന്ന ലിങ്കിലൂടെ തന്നെ വാങ്ങണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, ഞാൻ മുൻകൂട്ടി പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഈ ഒരു ഹെൽമെറ്റ്
ഈ ഒരു ഹെൽമെറ്റിന് വളരെ ഉപകാരപ്രദമായി തോന്നിയതുകൊണ്ട് നിങ്ങളെങ്കിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനി വരും വീഡിയോകളിലെല്ലാം നല്ല അടിപൊളി വെൽഡിംഗ് വർക്കുകളെല്ലാം പ്രതീക്ഷിക്കാമെന്ന് ഉറപ്പൊന്നുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.